ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നിസാൻ ഈ അടുത്തൊരു പുതിയ ടീസർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വൺ കാർ വൺ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞൊരു ബാനറൊക്കെ ആയിട്ടാണ് അവരത് ഇറക്കിയത്. നിസാൻ്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നു. ഇത് ഏത് വണ്ടിയാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മുടെ നിസാൻ്റെ മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് ആണ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതേ ആൾക്കാർ കണ്ടില്ല എന്ന് തോന്നുന്നു. എനിവേ, ഈ വണ്ടി വരാൻ പോകുന്ന ഒക്ടോബർ 4 തീയതിയാണ്. എൻ്റെ ലോഞ്ച് ഡേറ്റൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ അവർ ടീസ് ചെയ്തിരിക്കുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ലിൻ്റെ ഒരു ടീസർ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്കിലത്തെ ടെയിൽ ലാംപ്സ് ആണ്. ടെയിൽ ലാംപ്സ് ഒക്കെ ഡിസൈൻ വൈസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര വലിയ മേജർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ വഴിയെ സ്പൈ ഷോട്ട്സ് ഒക്കെ കാണിച്ച് പറഞ്ഞുതരാം. നമുക്ക് ഒരു മൈനർ ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് തന്നെ ഉള്ളൂ. ഇപ്പോൾ ടെയിൽ ലാംപ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഇത്തിരി സ്മോക്ഡ് ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്, സിൽവർ പാറ്റേൺ ഒക്കെ വെച്ചിട്ട്. പിന്നെ മാഗ്നൈറ്റിൻ്റെ ഒരു ബാഡ്ജിങ് അവിടെ വരുന്നുണ്ട്. മാഗ്നൈറ്റ് അവിടെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മാഗ്നൈറ്റ് ഫേസ് ലിഫ്റ്റ് തന്നെയാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ ഈ വർഷം അവർക്ക് വേറെ വണ്ടികളൊന്നും ലോഞ്ച് ചെയ്യാനും ഇല്ല. ഓൾറെഡി എക്സ്ട്രയിൽ ഇറക്കി, അത് പിന്നെ ഡെഡ് ഓൺ അറൈവൽ ആയിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആകെ കുറച്ച് വണ്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് ഇന്ത്യയിലൊരു കുറഞ്ഞ സ്പെക്കുള്ള വണ്ടിയും കൊണ്ട് അവർ അങ്ങോട്ട് എടുത്തിട്ടു. എനിവേ അത് പോട്ടെ. മാഗ്നൈറ്റിൻ്റെ കേസ് എന്തായാലും അങ്ങനെ ആയിരിക്കില്ല. കാരണം 2020 അവർ ഇറക്കിയിട്ട് അത്യാവശ്യം വാല്യൂ ഫോണി ഓഫറിംഗ് ആയിരുന്നു ആ സമയത്ത് വെച്ച് നോക്കുമ്പം ഈ വണ്ടി. ഇപ്പോൾ നോക്കുകയാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു വാല്യൂ പ്രൊപ്പോസിഷൻ ഈ വണ്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്, പ്രൈസ് പോയിൻ്റൊക്കെ വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത്. പിന്നെ ഈ ഒരു ഡിസൈൻ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ സാധനങ്ങളും ബോഡി പാനലൊക്കെ സെയിം ആണ്. ടെയിൽ ലാംപ്സിൻ്റെ അകത്തുള്ള എലമെൻസിലുള്ള കുറച്ച് വ്യത്യാസം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ഇത് 2020 ഇറങ്ങിയതിന് ശേഷവും ഈ വാഹനത്തിന് അങ്ങനെ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ്സ് ഒന്നും ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല. അവർ കുറച്ച് ഗേസോ എഡിഷനോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സ്പെഷ്യൽ എഡിഷൻ മോഡൽസ് ഒക്കെ ഇറക്കി ഒന്ന് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ നോക്കിയെങ്കിലും അത് പ്രത്യേകിച്ചും നടക്കാത്തതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവരിങ്ങനെ ഒരു ഫേസ് ലിഫ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത്. എന്തായാലും വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പം 3 വർഷം കഴിഞ്ഞു, ഓൾമോസ്റ്റ് 4 വർഷം ആവാനായി എന്ന് പറയാം. 2020 ഡിസംബറിലാണ് ഇറങ്ങിയത്. പിന്നെ 2024 ഡിസംബർ ആവാൻ ഇനിയിപ്പോൾ ജസ്റ്റ് 2 മാസം കൊണ്ട് മതിയല്ലോ. അപ്പോൾ എന്തായാലും ഫേസ് ലിഫ്റ്റ് ഇറക്കാനുള്ളൊരു സമയം ഏകദേശമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് കറക്റ്റ് ടൈമിംഗ് ആണ് എന്നും പറയാം. ഇനിയിപ്പോൾ സ്പൈ ഷോട്ട്സ് ഒക്കെ വെച്ച് ജസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലത്തെ ഒരു ഡിസൈനിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സൈഡിലത്തെ ഡിസൈനിലേക്ക് വരുമ്പം അലോയ് വീൽസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേണിൽ അലോയ് വീൽസ് ആണ് ഇപ്പോൾ സ്പൈ ഷോട്ട്സിൽ കണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് നമുക്കൊരു 6 സ്പോക്ക് വീലാണ്, പക്ഷെ എന്തായാലും അത് കുറച്ച് അകത്തെ ഡയമണ്ട് കട്ടും ഡ്യുവൽ ടോൺ ഫിനിഷൊക്കെ വരുമ്പോഴേക്കും അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ളൊരു ലുക്ക് ആവുമായിരിക്കും. അതിപ്പോൾ ഒരു ക്യാമഫ്ലാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ബാക്കി സാധനങ്ങളൊക്കെ ഓവർ വീംസിൻ്റെ ഡിസൈനൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. പിന്നെ എക്സ്റ്റീരിയറിൽ ഓൾറെഡി ഈ വാഹനത്തിൽ 360 ഡിഗ്രി ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ പ്രൈസ് പോയിന്റിൽ ആ സമയത്ത് മറ്റുള്ള വണ്ടികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് അത് ആ സമയത്ത് നല്ല വാല്യൂ പ്രൊപ്പോസിഷനുള്ളൊരു വണ്ടിയായത്. വയർലെസ് ചാർജർ, 360 ഡിഗ്രി ക്യാമറ, LED ഹെഡ്ലൈറ്റ്സ് ഒക്കെ വെച്ച് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് പോയിന്റിൽ നിസാൻ ഈ വാഹനത്തിന് ഇറക്കാൻ സാധിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ്സ് ഒക്കെ ഡിസൈൻ പാറ്റേൺ വൈസ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും കാണാനില്ല. അതിൻ്റെ അകത്തെ എലമെൻസിൽ ചിലപ്പോൾ വ്യത്യാസം വരുമായിരിക്കും. ഇതിൻ്റെ DRLസിൻ്റെ ഒക്കെ പാറ്റേൺ നേരത്തെ സ്ട്രെയിറ്റ് ആയിരുന്നല്ലോ, അതിപ്പോൾ മാറി ഒരു L ഷേപ്പ് ആവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അകത്തെ കുറച്ച് എലമെൻസിനകത്തുള്ള ഡിഫറൻസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അതുപോലെ ഗ്രില്ലിൻ്റെ ഡിസൈനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ മൈനർ ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സ്റ്റീരിയർ പോർഷനിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഈവൻ റിയറിൻ്റെ കേസിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ടെയിൽ ലാംപ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടു. ബാക്കി നമ്മളിപ്പം ഇതിൻ്റെ ബോഡി പാനൽസ് ഒക്കെ നോക്കുകയാണെങ്കിലും ഏകദേശം മാഗ്നൈറ്റ് എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇതിനകത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ബമ്പറിൻ്റെ ഡിസൈനിലൊക്കെ എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ വന്നു, അത്രേ ഉള്ളൂ. മെയിനായിട്ട് ഈ വണ്ടിയിൽ ചേഞ്ചസ് വരാൻ പോകുന്ന ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായിരിക്കും. അതായത് ഡാഷ്ബോർഡ് ഡിസൈൻ അങ്ങനെ വലിയ രീതിയിൽ മാറണമെന്നല്ല. ഡിസൈൻ ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ളൊരു ക്യാബിൻ തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. പക്ഷേ അകത്ത് വരുന്ന കുറച്ച് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇതിനകത്ത് ഇപ്പം 8 ഇഞ്ചസിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത്. അത് മാറി ചിലപ്പോൾ ഒരു 10.1 ഇഞ്ചിലേക്കൊക്കെ പോയേക്കാം. കാരണം ഇപ്പോൾ മാർക്കറ്റ് ഓൾമോസ്റ്റ് ആ ഒരു സ്റ്റാൻഡേർഡ് സ്ക്രീൻ സൈസിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിലാണെങ്കിൽ പോലും ഇഷ്ടംപോലെ വാഹനങ്ങളിൽ ഇപ്പോൾ 10 ഇഞ്ചിന് മുകളിൽ സൈസിലുള്ള ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീൻസ് വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു അപ്ഗ്രേഡ് അവർക്ക് കൊണ്ടുവരാൻ വരുന്ന സേഫ്റ്റിയുടെ കാര്യത്തിൽ 6 എയർ ബാഗ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് 4 എയർ ബാഗ്സ് ആണ് വരുന്നത്. സൈഡിൽ കർട്ടൻ എയർ ബാഗ്സ് അവൈലബിൾ അല്ല. അപ്പോൾ അതും കൂടെ അവർക്ക് ഇനിയിപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ കൊടുക്കാം. ആൻഡ് അത് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടികളിലൊക്കെ ബേസ് മോഡൽ മുതൽ തന്നെ മിക്ക കമ്പനികളും 6 എയർ ബാഗ്സ് കൊടുക്കുന്നുണ്ട്. സോ അത് വേണമെങ്കിൽ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നിന്ന് ട്വീക്ക് ചെയ്ത് നന്നാക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു നോർമൽ സിംഗിൾ പെയിൻ സൺറൂഫാണ്. ഇതൊക്കെ വന്നാൽ നല്ലതായിരുന്നു. കാരണം ഇപ്പോഴത്തെ നമ്മളൊരു മാർക്കറ്റ് അനാലിസിസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വാഹനങ്ങളും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഈ വണ്ടി ഇനീഷ്യലി വന്ന
വന്ന സമയത്ത് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. കാരണം നമുക്ക് ആ പ്രൈസ് പോയിന്റിൽ അത്രയും ഫീച്ചേഴ്സുള്ള വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴേക്കും വണ്ടികളൊക്കെ കുറച്ചും കൂടെ മാറ്റി ഫേസ് ലിഫ്റ്റൊക്കെ വന്നു. ഇപ്പം നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നു, സോണറ്റിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നു, XUV3X വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ വന്നതിന് ശേഷം ഇതിൻ്റെ ആ ഒരു പഴയ വാല്യൂ പ്രപ്പോസിഷൻ ഇപ്പം അങ്ങനെ വളരെ നീറ്റായിട്ട് ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ ആണെങ്കിലും 1 ലിറ്റർ എണ്ണയായിരുന്നു നമുക്ക് വളരെ പ്രൈസ് കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നത്. ടർബോ എഞ്ചിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് അപ്പോഴും ആയിരുന്നു, ഇപ്പോഴും ആണ്. ആൻഡ് ഇപ്പോൾ ഇതിന് ടർബോ എഞ്ചിൻ എടുക്കുന്ന പ്രൈസിൽ നമുക്ക് XUV3X നെക്സോണിൻ്റെ ഒക്കെ ടർബോ പെട്രോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം ഇതിനേക്കാൾ സൈസ് വൈസ് ഒരു ഇത്തിരി കൂടെ വിട്ടൊക്കെ കൂടുതലുള്ള വാഹനങ്ങളാണ് ഈ പറയുന്ന മറ്റു 2 വാഹനങ്ങളും. അതുപോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും പിന്നെ ഇൻറ്റീരിയർ ക്യാബിൻ്റെ ക്വാളിറ്റി അതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മറ്റു 2 വാഹനങ്ങളും കിട്ടുന്നുണ്ട്. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വണ്ടി അവർക്ക് ഇനിയിപ്പോൾ ഈ ഫേസ് ലിഫ്റ്റിലൂടെ ഇറക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും മെക്കാനിക്കലി ഇതിൻ്റെ അകത്ത് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ CMF-A+ എന്ന് പറയുന്ന റെനോയുടെ പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്തിരിക്കുന്നത്. അതായത് കൈഗർ, ട്രൈബർ, ക്വിഡ്, CMF എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് വരുന്നത്. ആ സെയിം ഒരു ഫാമിലിയിൽ പെടുന്ന വാഹനം തന്നെയാണിത്. പിന്നെ എഞ്ചിൻ്റെ കേസസ് ആണെങ്കിൽ പോലും നമുക്ക് 1 ലിറ്റർ ടർബോ ഉണ്ടാവും, 100 PS പവറും 160 Nm ടോർക്ക് മാനുവലും 152 Nm ടോർക്ക് CVT ഓട്ടോമാറ്റിക്കലാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അവർ ഇതിന് മുന്നേ 1 ലിറ്റർ എണ്ണ കൊടുത്തതിൻ്റെ അകത്ത് AMT കൊടുത്തിട്ടില്ലായിരുന്നു. പിന്നീട് കൈഗറിൽ AMT ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് 2 വർഷം കഴിഞ്ഞതിന് ശേഷം അവർ ഇതിൻ്റെ അകത്തും 1 ലിറ്റർ എണ്ണ പെട്രോളിൽ AMT കൊടുത്തായിരുന്നു. 71 bhpയും 96 Nm ടോർക്കുമാണ് ഇതിൻ്റെ 1 ലിറ്റർ എണ്ണ പെട്രോളിൽ ജനറേറ്റ് ചെയ്യുന്ന പവർ. വളരെ കുറവാണ്. നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ കൈൻഡ് ഓഫ് ഒരു അണ്ടർ പവേർഡ് ആയിട്ടുള്ള എഞ്ചിനാണ് ഇതിൻ്റെ 1 ലിറ്റർ എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്തായാലും നിങ്ങൾക്കിപ്പോൾ കുറഞ്ഞൊരു പ്രൈസ് പോയിന്റിലാണ് വണ്ടി നോക്കുന്നതെങ്കിൽ ഫീച്ചേഴ്സൊക്കെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റിയ എഞ്ചിനാണ്. ഞാൻ ഇതിന് 1 ലിറ്റർ എണ്ണ അങ്ങനെ ആർക്കും റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ AMT 1 ലിറ്റർ എണ്ണയുടെ കാര്യത്തിൽ വളരെ സ്ലഗ്ഗിഷാണ്. നമുക്ക് ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്ലോ ആണ്. മാത്രമല്ല ഈ എഞ്ചിൻ ഓൾറെഡി സ്ലോ ആയ എഞ്ചിൻ്റെ കൂടെ AMTയും കൂടെ പെയർ ചെയ്യുമ്പോഴേക്കും അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കില്ല. പക്ഷേ ടർബോ എഞ്ചിൻ നല്ലതാണ്, അത്യാവശ്യം ഫാസ്റ്റാണ്. പിന്നെ CVTയുടെ കോമ്പിനേഷനിൽ വരുമ്പം അത്യാവശ്യം പവറിലും വലിയ കുഴപ്പമില്ല. ഈ ടർബോ പെട്രോളിൻ്റെ കൂടെ CVT പെയർ ചെയ്യുകയാണെങ്കിൽ അതിനങ്ങനെ അത്രയും വലിയ റബ്ബർ ബാൻഡ് എഫക്റ്റ് പൊതുവേ വരാറില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഒക്ടോബർ 4 ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.